നടൻ സൂര്യയാണ് കാണുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് സൂര്യയാണ്. നോക്കുക, അവർ പുലർത്തിയിരുന്ന ഒരടുപ്പം നോക്കുക. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അങ്ങനെ മലയാളത്തിന്റെ ഒരു മഹാപ്രതിഭ കൂടി വിടവാങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് വരെ സൂര്യയ്ക്ക് വരാമെങ്കിൽ ജയറാം വരാത്തതിന് കാരണം എന്താണ്? മാത്രമല്ല ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കണ്ടതുമില്ല. ഇനിയെങ്ങാനും മരണവാർത്ത അറിയാത്തത് കൊണ്ടാണോ? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ. മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരും അവസാനമായി ഒന്ന് കാണാൻ എത്തിയിരുന്നു. പലരും വിളിച്ച് അനുശോചനം അറിയിക്കുകയും ചെയ്തു. എന്നാൽ നടി ഊർവശിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്റെ അനുശോചനം അറിയിച്ചത് ചാനലിലൂടെയാണ്. അപ്പോൾ ജയറാമേട്ടന്റെ കാര്യവും പറഞ്ഞിരുന്നു. ചെന്നൈ ഷൂട്ടാണ്, ഒരുമിച്ചാണ്, ഏതോ ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി ആണത്രേ. എന്നാൽ നിരവധി വിമർശനങ്ങളാണ് ജയറാമിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒന്നുപോയി കാണാമായിരുന്നു. എത്രയേറെ സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചതല്ലേ. ജയറാമിനെ കുറ്റപ്പെടുത്തുകയല്ല. എന്നിരുന്നാലും മലയാള സിനിമയുടെ സാഹിത്യ ലോകത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത ഒരു പ്രതിഭയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായത്. തമിഴ്നാട്ടിൽ നിന്ന് പോലും ഷൂട്ടിംഗ് നിർത്തിവെച്ചാണ് നടൻ സൂര്യ വന്നത്. പിന്നെയാണോ ജയറാം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എന്തൊക്കെയാണെങ്കിലും വരാൻ പറ്റിയില്ലെങ്കിലും അനുശോചനമെങ്കിലും അറിയിക്കാമായിരുന്നു. അതിനും പറ്റിയില്ലെങ്കിൽ ഒരു പോസ്റ്റെങ്കിലും. എന്തായാലും മരിച്ച ഒരാളോടുള്ള സ്നേഹം സമൂഹത്തിന് മുന്നിൽ കഷ്ടപ്പെട്ട് തെളിയിക്കേണ്ട ബാധ്യത ജയറാമിനില്ല. അതെല്ലാം തീർത്തും വ്യക്തിപരം മാത്രമാണ്. എന്താണ് ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.